ഈ പ്രാവശ്യം വോട്ടാർക്കാ ചെയ്യുന്നത്? തീരുമാനമൊക്കെ എടുത്തോ? തീരുമാനം എടുത്തു വെച്ചിരിക്കുകയാണ്. ആ, അപ്പോൾ ഈ ഭരണം മാറി പുതിയ ഭരണം വരണോ? അപ്പോൾ വോട്ട് മാറ്റി ചെയ്യൂ. ഇത്ര നാൾ ചെയ്ത പാർട്ടിക്കായിരിക്കത്തില്ല ഇനി വോട്ട് മാറി വന്നാലേ നമ്മളെ പുഷ്ടപ്പെട്ട് മാറത്തുള്ളതാണോ? ഈ പ്രാവശ്യം വോട്ടാർക്കാ ചെയ്യുന്നത്? തീരുമാനമൊക്കെ എടുത്തോ? തീരുമാനം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആർക്കായിരിക്കും പ്രാവശ്യം? ഇവിടെ 3 സ്ഥാനാർത്ഥിമാരുണ്ട്. CPIയുടെ, മുസ്ലിം ലീഗിൻ്റെ, NDAയുടെ. ആർക്കായിരിക്കും? പറയാൻ പറ്റത്തില്ല. എന്നാൽ മുൻകാലങ്ങളിൽ ചെയ്തവർക്ക് തന്നെ ആയിരിക്കുമോ ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ വല്ല മാറ്റം ഉണ്ടാവും? പുതിയ ആർക്കെങ്കിലും ഒരു വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന് ആഗ്രഹം വല്ലതും ഉണ്ടോ? എന്നുവെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഭരണത്തിൽ വന്നിരിക്കുന്നവരല്ലാതെ പുതിയ ഒരു ആള് ജയിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താണ് കഴിഞ്ഞ വർഷം 10 വർഷമായിട്ടുള്ള പിണറായി ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തായാലും പറയാനുണ്ടോ? നല്ല അഭിപ്രായമാണ്. ഒരു പരാതി മാത്രമേ ഉള്ളൂ. എന്താണ്? എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. സാധാരണക്കാർക്ക് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ആ വില കൂടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അല്ല, മന്ത്രിമാരൊക്കെ പറയുന്നത് ഇവിടെ വികസനമാണ്, എല്ലാം ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് 2 കട്ടിലുണ്ടായിരുന്ന ആ കട്ടിൽ മൊത്തം പൊത്തി കിടക്കാൻ വയ്യാത്ത തറയിലാണ് കിടക്കുന്ന ചേറ് പോയിക്കണ്ട തീരാത്ത മണ്ണിട്ട് നിരത്തി. അപ്പോൾ ബുദ്ധിമുട്ടാണ്. പുനലൂർ മണ്ഡലത്തിൽ ഇവിടെ ജയിച്ചു 10-25 വർഷമായിട്ട് ജയിച്ചു വന്ന MLA-മാരൊന്നും ചെയ്തു തരുന്നില്ല. ഒന്നും ചെയ്തു തരുന്നില്ല. അവരിവിടെ എല്ലാം ചെയ്യുന്നതെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലെന്ന്. ഞങ്ങൾ ഇപ്പോഴും അപ്പോൾ ഈ ഭരണം മാറി പുതിയ ഭരണം വരണോ? അപ്പോൾ വോട്ട് മാറ്റി ചെയ്യൂ. ഇത്ര നാൾ ചെയ്ത പാർട്ടിക്കായിരിക്കത്തില്ല ഇനി വോട്ട് മാറി വന്നാലേ നമ്മളെ പുഷ്ടപ്പെട്ട് മാറത്തുള്ളതാണോ? അതായത് എൻ്റെ പേര് സത്യഭാമി എന്ന് തന്നെ. ഞങ്ങൾ പണ്ട് ജനിച്ചപ്പോൾ മുതൽ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ മണിമലയുള്ള കോൺഗ്രസ് ആയിരുന്നു. പിന്നെയാണ് അച്ഛൻ പോരുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ദ്രോഹങ്ങളാണ് വിറ്റ് പോയിട്ട്. എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ഇവർ തന്നെ ദ്രോഹം ചെയ്തിട്ട് പുള്ളി 20 വർഷം ഗൾഫിലായിരുന്നു. ഈ പണം എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല, ആരും എങ്ങനെ കൊന്നൊന്നും അറിയത്തില്ല. ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ മക്കളെയും ഭയപ്പെടുത്തും. എന്നുവെച്ചാൽ ക്രിസ്ത്യൻ മതത്തിൽ കുറച്ച് പേര് ചേർത്ത് 5-6 വർഷം കൊണ്ട് അവരാ കിളിപ്പിച്ചതെന്നും പറഞ്ഞ് ജോലി ചെയ്യുന്ന കൊച്ചിനെ വീട്ടിൽ വന്നാലും സൗകര്യമില്ല. ഞാൻ പിശാചാണ്, ദൈവത്തെ വിളിക്കുന്ന അമ്പലം പിശാചാണ് ദൈവം, അങ്ങനെ പൊരിഞ്ഞ പോരായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളെ നമ്മളല്ലേ നോക്കാനുള്ളൂ. ജോലിയായപ്പം കുറച്ച് പേര് മതം മാറ്റാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ നിർത്തലാക്കണം. പിന്നെ നല്ലത്, ഏത് രാഷ്ട്രീയക്കാരായാലും നല്ലത് ചെയ്യണം. നല്ലതെന്ന് വെച്ചാൽ നമ്മൾ അന്യദുഃഖത്തിൽ കരുണ വേണം. നമ്മുടെ നാട് നന്നാവണം. നമ്മുടെ രാജ്യം നശിക്കരുത്. ക്ഷേത്രങ്ങൾ നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദുവിൻ്റെ രീതിയിൽ പോകണം. മുസ്ലിങ്ങളും അവരുടെ രീതിയിൽ പോട്ടെ, ക്രിസ്ത്യാനികൾ അങ്ങനെ പോട്ടെ. പക്ഷേ ഈ നമ്മളെ എല്ലാ ആൾക്കാരെയും അവർ പിടിച്ചെടുത്ത് അങ്ങോട്ട് മതം അങ്ങോട്ട് മാറ്റിയിട്ട് പെറ്റ മക്കളെ കഴിഞ്ഞിട്ട് നമ്മുടെ വിളക്ക് എത്തിക്കുന്നതിൽ അടിച്ചോടക്കി ഇത് പിശാചാന്ന് പറഞ്ഞാൽ മക്കളെ വേണ്ടാന്ന് പറഞ്ഞൊരു രംഗത്തിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. എൻ്റെ വീട്ടിൽ നടന്ന കാര്യം പറഞ്ഞു, ഞാൻ വേറെ ആരും കാര്യമല്ല പറഞ്ഞു. എൻ്റെ വീട്ടിൽ കാണിച്ച രംഗമാണ് പറഞ്ഞു. കാര്യം മറ്റുള്ളവരെ പറഞ്ഞാൽ എനിക്കതിന് തെളിവില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ 35 വർഷം കൊണ്ട് ഒളിച്ച് ആരാധിക്കുന്നത്. ഇതെൻ്റെ അമ്മയാണ്, ഭരണിക്കാവിലമ്മ എൻ്റെ അമ്മയാണ്. ഇപ്പോഴാണ് ശാഖയിലും അവിടെ ഇവിടെയും പലയിടം അമ്പലമായത്. അടിവേലിക്കാവൻ്റെ അമ്മമ്മച്ചി എല്ലാവരും ഇരുത്തിയേക്കുന്നതോ മൂർത്തിക്കാവ്, ഒന്ന് വാഴമണ്ണ്, 3 ഭാഗങ്ങളായിട്ട് എൻ്റെ അമ്മയുടെ കുടുംബം. ഞങ്ങളെല്ലാം എൻ്റെ മക്കളും എല്ലാം ഇവിടെ തന്നെ, എൻ്റെ ഭർത്താവ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ചെറുവള്ളി ഭഗവതി ക്ഷേത്രം മേജർ ഭഗവതി ക്ഷേത്രം 2 ഉണ്ടല്ലോ. ഒന്ന് മേജർ. ഞാനോ തീരുമാനിച്ചോ? ഞാൻ വോട്ട് എനിക്ക് അന്നേരം അവിടെ തോന്നുമ്പോൾ ആരാ നല്ലതെന്ന് തോന്നി ഒരെണ്ണവും കുത്തുഞ്ഞ് ചെമ്മിക്കാറും ഞാൻ കുറച്ച് നാൾ ആസാദമാക്കിയിട്ടുണ്ട്. നല്ലവരാരാന്ന് വെച്ചാൽ അവർക്ക് അപ്പോൾ കൊടുക്കും. എൻ്റെ വോട്ട് ആരും പ്രതീക്ഷിക്കാനും ആത്മാർത്ഥമായിട്ട് ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റിന് തന്നെ. നമ്മുടെ ശ്രീനിസാർ ഏരു ജയിച്ചപ്പോഴൊക്കെ ചെറുക്കൻ അവരൊക്കെ കുറച്ച് പേരൊക്കെ ഹിന്ദു സംഘടനയാണ്. ആരുടെ കൂടെ ആയാലും ഞാൻ എൻ്റെ ഏത് പാർട്ടി പോയാലും എൻ്റെ ഹിന്ദു സംഘടന മാറാൻ സമ്മതിക്കത്തില്ല, നശിക്കാനും സമ്മതിക്കത്തില്ല. പള്ളി ഇരിക്കുന്ന ഞാൻ ദ്വാരം ചെയ്യും, ഞാൻ പള്ളിയിലും പോകും. പക്ഷേ എൻ്റെ മതം മാറ്റാനോ മറ്റുള്ളവരുടെ മതം തകർക്കാനോ ഞാൻ തയ്യാറല്ല. സത്യസന്ധതയിൽ കൂടെ പോയാൽ ആരും ജയിക്കാം. 50,000 വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിൽ ശ്യാമക്കാലം ഇവിടെ വിജയിക്കുന്നതായിരിക്കും. പുതിയ 2020 വന്നിട്ട് പത്തനാപുരത്ത് മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഇവിടെ ഒരു മാറ്റവും ഇല്ല. ശ്യാമക്കാലം ജയിക്കും. ഗണേശൻ ഈ പ്രാവശ്യം തൂക്കും, പൂർണ്ണമായിട്ട് തൂക്കും. വേറെ എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച്? രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പറയാനില്ല. ഗണേശൻ്റെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാ മന്ത്രിസ്ഥാനത്തിരുന്ന് പ്രവർത്തിച്ചതാണ്? അതേത് മന്ത്രിസഭ കാലത്ത് ആരോ എല്ലാവർക്കും ചെയ്യേണ്ട കടമയായിട്ട്
ചെയ്യേണ്ട മന്ത്രി എന്നും പറഞ്ഞ് കൊണ്ടുവന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് ഒരു ഭരണഘടനയിൽ ഒരു മന്ത്രിക്ക് ചെയ്യാവുന്നത് ചെയ്യുന്നു, അതത്രയേ ഉള്ളൂ. അല്ലാതെ മന്ത്രി സ്വന്തമായിട്ടൊന്നും ചെയ്തതല്ല. ഇല്ല, മന്ത്രിക്ക് മന്ദിരം വേണ്ട, ഒറ്റയ്ക്കൊരു മന്ദിരത്തിലാണ് താമസിക്കുന്നത്, മന്ത്രിയുടെ സ്വന്തം മന്ദിരത്തിൽ. സ്വന്തം മന്ദിരത്തിൽ അവിടെ താമസിച്ചോണ്ട് ഇനി എന്നും അവിടെ താമസിച്ചോണ്ട് എന്ന് പറഞ്ഞ് പൊതുജനങ്ങളായി ഞങ്ങൾക്ക് ഇപ്പം ചാമക്കാലം ജയിക്കണം, ഭരണമാറ്റം ഉണ്ടാവണം. മനസ്സിലാക്കുന്ന ആരായാലും ഞങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കും. ഈ പ്രാവശ്യം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ പരിചയമുണ്ടോ? ഇല്ല. ഇല്ല. എന്നാലും ഏത് ചിഹ്നത്തിനാണ് കുത്തുന്നതെന്ന് ഏത് ചിഹ്നത്തിനാണ് കുത്തുന്നത്? എല്ലാ പ്രാവശ്യവും കുത്തുന്ന ആ ചിഹ്നത്തിന് തന്നെ ആയിരിക്കും ഇപ്രാവശ്യവും? അത് സീക്രട്ടാ, അത് പറയാൻ പറ്റത്തില്ല. പറയത്തില്ല. തീരുമാനം എടുത്തിട്ടില്ല. ഇനി 10-16 ദിവസം തീരുമാനം എടുക്കും. തീരുമാനം എടുത്തിട്ടുണ്ട്. തീരുമാനം എടുത്തിട്ടുണ്ട് വോട്ട് ചെയ്യാൻ. അതങ്ങനെ പുറത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. ആ ശരി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന് തന്നെ തിരിച്ചു വരണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? 10 വർഷമായിട്ട് പഠിക്കുന്ന പിണറായി സർക്കാരിന് തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരണമെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റുമോ ചോദിക്കുന്നത്, പറയുന്നില്ല. പുതിയ ആൾക്കാരും വരട്ടെ. മാറ്റം വരണം. മാറ്റം വരാൻ വേണ്ടിയുള്ള പ്രയത്നമുണ്ട്, പ്രയത്നിക്കും. വോട്ട് അതിനുവേണ്ടി ചെയ്യും. ആർക്കാ വോട്ട് ചെയ്യുന്നത്? തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇനിയേ തീരുമാനം എടുക്കൂ. ഇനി 10-16 ദിവസം തീരുമാനം എടുക്കും. പിന്നെ പെൻഷൻ വേണം, എല്ലാവർക്കും വേണം. ഞങ്ങളുടെ അംഗൻവാടി ശമ്പളം കൂടണം. ശമ്പളം ഒന്നും കിട്ടുന്നില്ല, താമസങ്ങൾ വരിക, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേ ഇനി വരുന്ന സർക്കാർ നിങ്ങൾക്ക് വണ്ടിയിലൊക്കെ ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കാമെന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിങ്ങൾക്ക് പെൻഷൻ കൂട്ടാമെന്ന് പറഞ്ഞു. അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അറിഞ്ഞൂടാ, നമുക്ക് പെൻഷനൊന്നും ഇല്ലല്ലോ. പെൻഷനൊന്നുമില്ല. 2 വർഷം കഴിയുമ്പോൾ നമ്മൾ റിട്ടയർഡ് ആവും. പുതിയ ഭരണം വരണമെന്നുണ്ടോ? ഈ പഴയ ഭരണം മാറി പുതിയ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നു. 10 വർഷത്തെ ഭരണം മാറി പുതിയൊരു ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ വോട്ടിനി പഴയ ആൾക്കാർക്ക് ചെന്ന് ചെയ്യുമോ അതോ പുതിയ ആൾക്കാർക്ക് മാറ്റി ചെയ്യുമോ? പഴയ ആൾക്കാരെ ഇപ്പോൾ വേണ്ട. 19 വയസ്സ് തൊട്ട് എനിക്കോട് വോട്ട് ചെയ്ത ഞാൻ എല്ലാവരും മരിച്ചു, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം 84 വയസ്സായി. ഇപ്പം 2 വർഷം കൊണ്ട് വോട്ടിരുന്നില്ല. കഴിക്കാൻ കാരണം സുഖമില്ല. ഒന്നാമത്തെ കാര്യം ചെവി കേൾക്കാൻ വയ്യ. അപ്പം എനിക്ക് അതിന്റെ ഒരു പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ചടയമംഗലത്തുനിന്ന് ഒരു ഓഫീസിൽ നിന്ന് എനിക്ക് ഈ ഹെയർഫോൺ തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞങ്ങളുടെ അണ്ണൻ പോയി വാങ്ങിക്കാൻ പോയി. ചെന്നപ്പം കിട്ടിയത് കാലേ വലിച്ചു കയറ്റി ഇടുന്നതും കൈ ചെന്നപ്പോ കാലിൽ ഇടുന്നതും നടുവിന് ചുറ്റും. കാലിൽ ഓപ്പറേഷൻ പോയാൽ കണ്ണ് ഓപ്പറേഷൻ ചെയ്യും. അതൊക്കെ സ്ഥിതി ആണോ? അതൊക്കെയാ കിട്ടിയത്. ഇത് മാത്രം കിട്ടില്ല, ഹെയർഫോൺ മാത്രം കിട്ടി. നമുക്കത് അതായിരുന്നു ആവശ്യം. ശരി, ഓക്കെ.